സുശാന്ത് ബാബു ആയിരുന്ന നിതീഷ് കുമാർ ഇപ്പോൾ പാൽതു കുമാറായി മാറുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ സുശാസൻ ബാബു എന്ന് പറയുന്ന അദ്ദേഹം നല്ല ഭരണമൊക്കെ കാഴ്ചവെക്കുന്ന അവിടുത്തെ ഏറ്റവും ജനപ്രിയനായ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു വിശേഷം തന്നെയാണ്. അദ്ദേഹത്തിന് ഈ പാൽതു കുമാർ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ലാലുവാണ് ആദ്യം വിളിച്ചത്. പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ ഏറെ ഈ കാര്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും അല്ലെങ്കിൽ പ്രസംഗത്തിലുമെല്ലാം വളരെ ശ്രദ്ധിക്കുകയും അങ്ങനെ അദ്ദേഹം ഒരു വലിയ ഒറേറ്ററും ഒന്നുമല്ല. പക്ഷെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുകയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ അളന്ന് മാത്രം പറയുന്ന ഒരു നേതാവായിരുന്നു. പക്ഷേ കഴിഞ്ഞ അടുത്ത കാലത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചില മിസ്റ്റേക്കുകളൊക്കെ തുടർച്ചയായിട്ടുണ്ടായത്. അദ്ദേഹം തന്നെയാണ് ഒരു വേദിയിൽ വെച്ച് ഒരു മന്ത്രിയെ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം വിളിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്ന സമയത്ത് അദ്ദേഹമല്ല മുഖ്യമന്ത്രി അല്ല എന്ന് വേദിയിൽ ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഞാൻ പാൽതു CM അല്ലേ എന്നുണ്ട്. പാൽതു CM എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്ക് അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചാട്ടക്കാരൻ എന്നുള്ള ഏത് സമയവും എങ്ങോട്ടും ചാടുന്ന ഒരു അവസരവാദി എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിന് വേണ്ടി പറയുന്ന ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടാകും. അന്നാണ് അദ്ദേഹം ഈ ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഒരു യോഗത്തിൽ വെച്ച് പറയുന്നത് ആഭ്യന്തരമന്ത്രി എവിടെ അദ്ദേഹത്തെ വിളിക്കൂ എന്നൊക്കെ പറയുന്നത്. ഇടയ്ക്ക് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ കൂടി അതിൻ്റെയൊക്കെ കൂടി ഫലമാണ് ഇപ്പോഴത്തെ അവസാനത്തെ കാലത്തെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എന്നുകൂടി സംശയിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ നിതീഷ് കുമാർ ഇനി BJP-യിലേക്ക് പോയാൽ പോലും നിതീഷ് കുമാറിനെ സംബന്ധിച്ച് തന്റെ പാർട്ടി ദുർബലമായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ദുർബലമായി നിൽക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇനി ആ സ്ഥാനം ഇനി അധികകാലം സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം. ആ വിഷയങ്ങളടക്കമാണ് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടത്. എന്തായാലും